ഒരു കപ്പിൾ കൗൺസിലിംഗ് സെഷൻ എത്തിയ ഹസ്ബൻഡ് പറഞ്ഞ ഒരു കൺസേൺ ആണ്. വൈഫിന് തന്നെ ഭയങ്കര സംശയമാണ്. ഞാനൊരു വളരെ ലോയൽ ആയിട്ടുള്ള വ്യക്തിയാണ്. അവളല്ലാതെ മറ്റാരോടും എനിക്ക് യാതൊരു തരത്തിലുള്ള മോശമായ ബന്ധവുമില്ല. ഇത് പലതവണ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ നോക്കിയതാണ്. പക്ഷെ ഇടയ്ക്കൊക്കെ അത് മറന്നിട്ട് എൻ്റെ അടുത്ത് വളരെ സംശയമുള്ള രീതിയിലാണ് പെരുമാറുന്നത് എന്നുള്ളത് പറഞ്ഞു. ഞാൻ ആ വൈഫിൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ പുള്ളിക്കാരിയും അംഗീകരിച്ചു. അദ്ദേഹം വളരെ ലോയൽ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്, അതെനിക്കറിയാം. പക്ഷെ ചില സമയത്ത് എൻ്റെ ഉള്ളിൽ ഫ്രീക്വൻ്റ് ആയിട്ട് എന്നെ ചതിക്കുകയാണോ, എന്നെ പറ്റിച്ചിട്ട് പോകുമോ, ഇങ്ങനത്തെ ഡൗട്ട്സ് ഒക്കെ വരുന്നു. എനിക്കിത് എങ്ങനെ കൺട്രോൾ ചെയ്യണമെന്നോ അല്ലെ എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ തോന്നുന്നതെന്നോ അറിയത്തില്ല എന്നുള്ള ഒരു മറുപടിയാണ് കിട്ടിയത്. ഇവിടെ അവരുടെ ഫാമിലി ഹിസ്റ്ററി എടുത്ത് പരിശോധിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് വൈഫ് അത്ര ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫാമിലി അറ്റ്മോസ്ഫിയറിൽ നിന്ന് വരുന്ന ആളല്ല. അവരുടെ ചൈൽഡ്ഹുഡ് ട്രോമയാണ് ഇത്തരമൊരു സംശയം അവരിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് പറയാൻ കാരണം പല ആളുകളും അനുഭവിക്കുന്ന പ്രശ്നങ്ങളുടെ വേരുകൾ തേടിപ്പോയി കഴിഞ്ഞാൽ അതെല്ലാം ചെന്നെത്തുക അവരുടെ കുട്ടിക്കാലത്തായിരിക്കും. കുട്ടിക്കാലത്ത് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന മുറിവുകൾ ശരിയായി ഉണങ്ങിയിട്ടില്ലെങ്കിൽ ഒരുപക്ഷെ ഭാവിയിലെ ബന്ധങ്ങളെ, ഈവൻ നമ്മുടെ ദാമ്പത്യ ജീവിതത്തെ പോലും ബാധിക്കുന്ന രീതിയിലേക്ക് അത് വളരാനായിട്ട് സാധ്യതയുണ്ട്. ഇവിടെ ട്രോമ എന്ന് പറയുമ്പോൾ പല ആളുകളും വിചാരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായ എന്തെങ്കിലും ഒരു ഇൻസിഡന്റ്, മോശമായ എന്തെങ്കിലും ഒരു സംഭവമായിരിക്കും എന്നുള്ളതാണ്. എന്നാൽ അത് മാത്രമല്ല, കുട്ടിക്കാലത്ത് നമ്മളെ ഏറെ ആഗ്രഹിച്ചിട്ടും നമുക്ക് കിട്ടാതെ പോയ സ്നേഹവും കരുതലും പരിഗണനയും വൈകാരിക പിന്തുണയും ഒക്കെ ഈ ട്രോമയുടെ ഗണത്തിൽ പെടുന്നതാണ്. നമ്മുടെ ചൈൽഡ്ഹുഡ് ട്രോമ എങ്ങനെയാണ് നമ്മുടെ റിലേഷൻഷിപ്പിനെ എഫക്റ്റ് ചെയ്യുക എന്നുള്ളതിന് ചില ഉദാഹരണങ്ങൾ പറയാം. തന്റെ രക്ഷിതാക്കളിൽ നിന്ന് സ്ഥിരമായി അവഗണനയും അകൽച്ചയും ഒക്കെ നേരിട്ടൊരു വ്യക്തിയാണ് നിങ്ങൾ എന്ന് കരുതുക. സ്വാഭാവികമായും നിങ്ങൾ കുടുംബജീവിതത്തിലേക്ക് കടക്കുമ്പോൾ പാർട്ട്ണറുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ പോലും നിങ്ങൾ അതിനെ വളരെ വലുതാക്കി ചിത്രീകരിച്ച്, അല്ലെങ്കിൽ തന്നെ അവർ ഉപേക്ഷിക്കാൻ പോവുകയാണോ, ഒഴിവാക്കാൻ പോവുകയാണോ എന്നൊക്കെയുള്ള ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കാരണം കുട്ടിക്കാലം മുതലേ നിങ്ങൾ കണ്ട് ശീലിക്കുന്ന അല്ലെങ്കിൽ ലേൺ ചെയ്തിരിക്കുന്ന ഒരു ബിഹേവിയർ എന്ന് പറയുന്നത് നമ്മുടെ കെയർ ഗീവേഴ്സ് പോലും നമ്മളെ പല സമയത്തും ഒഴിവാക്കാം, അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട ആളുകളെല്ലാം നമ്മളെ ചിലപ്പോൾ ഒഴിവാക്കി പോയേക്കാം എന്നൊരു മെസ്സേജാണ് നമ്മുടെ ബ്രെയിനിൽ ഫീഡായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈവൻ വളരെ ചെറിയൊരു കാര്യം, ഇപ്പൊ നമ്മൾ മെസ്സേജ് അയച്ചു പക്ഷെ ജോലി തിരക്ക് കാരണം പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യാൻ പറ്റിയില്ല, അതൊരു വളരെ ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു ആക്ട് ആണ്. പക്ഷെ അതുപോലും തനിക്ക് നേരിടുന്ന ഒരു വലിയ അബാൻമെന്റ് ആയിട്ടൊക്കെ ആയിരിക്കും നമ്മൾ പെർസീവ് ചെയ്യുന്നുണ്ടാകുക കുട്ടിക്കാലത്ത് ഇത്തരത്തിലുള്ള ട്രോമാറ്റിക് സിറ്റുവേഷനിലൂടെ നമ്മൾ കടന്നു പോയിട്ടുണ്ടെങ്കിൽ. അതുപോലെ ചില പേരൻസ് കുട്ടികളോട് വലിയ രീതിയിലുള്ള വിശ്വാസ വഞ്ചനകൾ കാണിക്കും. ഈ വിശ്വാസ വഞ്ചന എന്ന് പറയുമ്പോൾ കുട്ടിക്കാലത്ത് അവർക്ക് കരുതലും കെയറിങ്ങും ഒക്കെ ആഗ്രഹിക്കുന്ന ഒരു സമയത്ത് അവരെ ഉപേക്ഷിച്ച് പോകുന്നത് മുതൽ അവരോടൊരു പ്രോമിസ് ചെയ്തിട്ട് അത് പാലിക്കാതിരിക്കുന്നത് വരെയും പല തോതുകളിലുള്ള വിശ്വാസ വഞ്ചനകൾ തന്നെയാണ്. അങ്ങനെ സ്ഥിരമായ വിശ്വാസ വഞ്ചനകൾക്ക് ഇരകളായ കുട്ടികളെ സംബന്ധിച്ച് അവർ ഒരു ഭാവി ജീവിതത്തിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിലേക്ക് വരുമ്പോൾ തന്റെ പാർട്ട്ണറിനെ കുറിച്ച് നിരന്തരമായി അവരിൽ സംശയങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അവരും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുട്ടിക്കാലത്ത് അവർ മനസ്സിലാക്കിയ ഒരു കാര്യം, തന്റെ പ്രൈമറി കെയർ ഗീവേഴ്സ്, തന്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളുകൾ, തന്റെ പേരൻസ് തന്നെ ചതിച്ചു. അതുകൊണ്ട് തന്നെ എന്നോട് ചേർന്ന് നിൽക്കുന്ന ആളുകളെല്ലാം തന്നെ എന്നെ ചതിക്കാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെ ഒരു തോട്ട് അവരുടെ മനസ്സിൽ ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ നമ്മുടെ പാർട്ട്ണർ എത്ര ലോയൽ ആണെങ്കിലും അയാൾ ഏതെങ്കിലും ഒരു പോയിന്റിൽ തന്നെ ചതിക്കുമോ എന്ന് മനസ്സിൽ ഫ്രീക്വന്റ് ആയിട്ടുള്ള തോന്നലുകൾ വരാനുള്ള സാധ്യത ഇത്തരം ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ആളുകൾക്കുണ്ടാകാം. ഇത് ദാമ്പത്യത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. കാരണം ഒരു പാർട്ട്ണറെ സംബന്ധിച്ച് താൻ എത്ര ലോയലായിട്ട് നിന്നിട്ടും തനിക്ക് നേരെ വലിയ രീതിയിലുള്ള സംശയങ്ങൾ ഉന്നയിക്കുമ്പോൾ അത് അദ്ദേഹത്തിന്റെ വിശ്വാസ്യതയെ, വ്യക്തിത്വത്തെ ഒക്കെ ചോദ്യം ചെയ്യുന്ന ഒരു കാര്യമായിട്ടായിരിക്കും അവർക്ക് തോന്നുന്നുണ്ടാകുക. അപ്പൊ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കാരണം ദാമ്പത്യത്തെ അത് വളരെ മോശമായിട്ട് അഫക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ചില പേരൻസ് ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ്, കുട്ടികളുടെ ഇമോഷൻ അവർ എക്സ്പ്രസ് ചെയ്യുന്ന സമയത്ത് അവരെ ഭയങ്കരമായിട്ട് റെസ്ട്രിക്റ്റ് ചെയ്യും. എന്ന് വെച്ചാല് ഇപ്പൊ കുട്ടികൾ എന്തെങ്കിലും പറഞ്ഞ് ഉച്ചത്തിൽ ചിരിക്കുവാന്ന് വെച്ചോ, ഇപ്പൊ തന്നെ പറയും എന്തിനാണ് ഇങ്ങനെ കിടന്ന് ചിരിക്കുന്നത്, അതിന് മാത്രം ഇവിടെ ഇപ്പൊ എന്തോ ഉണ്ടായോ, ഒന്നും ഉണ്ടായിരുന്നൂടെ എന്ന് പറഞ്ഞിട്ട് അവരുടെ ആ ഒരു സന്തോഷത്തെ അല്ലെങ്കിൽ ആ ഒരു എക്സ്പ്രഷൻ ഓഫ് ഹാപ്പിനെസ്സിനെ അങ്ങ് തല്ലിക്കെടുത്തും. അതല്ല കരയുകയാണെങ്കിൽ ഇവിടെ കരയാൻ മാത്രം ഇപ്പൊ എന്തോ ഉള്ളത്, എന്തിനാണ് വെറുതെ ഇങ്ങനെ കിടന്ന് കരയുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് ആ ഒരു കരച്ചില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾ അങ്ങനെ എക്സ്പ്രസ് ചെയ്യേണ്ടതില്ല എന്നുള്ളൊരു മെസ്സേജ് കുട്ടിക്കാലത്ത് തന്നെ ആ കുട്ടികൾക്ക് കൊടുക്കും.
ഇവർ വളർന്നു വരുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവരൊരു പാർട്ട്ണർഷിപ്പിലേക്ക് അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിലേക്കൊക്കെ വരുന്ന സമയത്ത് അവർക്ക് അവരുടെ ഇമോഷണൽ എക്സ്പ്രഷൻ പ്രോപ്പറായിട്ട് പാർട്ട്ണറിന്റെ അടുത്ത് കാണിക്കാൻ പറ്റാത്ത സ്ഥിതി പല സമയത്തും ഉണ്ടാകാം. ഇത് ഫാമിലി ലൈഫിൽ വലിയ കോൺഫ്ലിക്റ്റ് ഉണ്ടാകും. അതായത് അവരെ സംബന്ധിച്ച് അവർക്ക് കംഫർട്ടബിൾ ആയിട്ട് ഒരിക്കലും അവർ ഇമോഷൻ എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവര് വോളണ്ടിയർലി അല്ലാതെ ചിലപ്പോൾ പാർട്ട്ണറിന്റെ അടുത്ത് ഡിസ്റ്റൻസ് ഇടുക, ഒരു ഇമോഷണൽ ഡിസ്റ്റൻസിങ് കീപ്പ് ചെയ്യുക. ഇത് പാർട്ട്ണറെ സംബന്ധിച്ച് തന്നോട് അവർക്ക് സ്നേഹമില്ലായിരിക്കും എന്നൊരു തോന്നലാണ് കൊടുക്കുക. ഇതും ദാമ്പത്യത്തിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾക്ക് വഴിതെളിക്കാനായിട്ട് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് വളരെ ഇമോഷണലി അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഫാമിലിയിൽ ജീവിക്കുന്ന കുട്ടികൾക്ക്, അതായത് നിരന്തരം കോൺഫ്ലിക്ട്സ് ഉണ്ടാവുന്ന, ഇടയ്ക്കിടയ്ക്ക് അച്ഛനും അമ്മയും തമ്മിൽ വഴക്കുണ്ടാവുന്ന, യാതൊരു ഐക്യവും ഇല്ലാത്ത ചില ഫാമിലി ഉണ്ട്. അവിടെയൊക്കെ വളരുന്ന കുട്ടികളെ സംബന്ധിച്ച് അവർ കൊച്ചിലെ തൊട്ടേ കണ്ടുവരുന്ന എന്താ, ഭയങ്കരമായ വഴക്കുകളായിരിക്കും വീട്ടിലെ. അപ്പൊ ഇവരെ സംബന്ധിച്ച് ഒന്ന് സേഫ് ആവണമെങ്കിൽ ഈ വഴക്കുകൾ ഒഴിവാക്കണം. വഴക്കുകൾ ഒഴിവാക്കണ എന്ത് വേണം, അപ്പുറത്തേക്ക് നാളെ എന്ത് പറഞ്ഞാലും അത് അംഗീകരിച്ചു കൊടുക്കണം. ഈ ഒരു മെസ്സേജ് അവരുടെ മനസ്സിൽ ഇങ്ങനെ കിടക്കും. അപ്പോ ഭാവിയിലും അവർക്ക് നേരെ എന്തെങ്കിലും ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ ഈവൻ അവർക്ക് നോ പറയണം എന്നായിരിക്കും, എന്നാൽ പോലും ഈ നോ പറയാൻ അവർക്ക് പറ്റാതെ വരും. അതായത് ഞാൻ ഏതെങ്കിലും ഘട്ടത്തിൽ എതിർപ്പ് പ്രകടിപ്പിച്ചാൽ ഞാൻ അൺസേഫ് ആകും എന്നൊരു തോന്നലായിരിക്കും അവരുടെ ഉള്ളിൽ ഉണ്ടാവുക. അപ്പൊ അവർക്ക് നോ പറയേണ്ട സന്ദർഭത്തിൽ പോലും നോ പറയാൻ പറ്റാത്ത ഒരു മാനസികാവസ്ഥയിൽ അത്തരത്തിലുള്ള ആളുകൾ എത്തിച്ചേരാനുള്ള സാധ്യതയുണ്ട്. ഇത് കാരണം എന്താ സംഭവിക്കാന്ന് വെച്ചാൽ, ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ, നമുക്ക് ഒരു കാര്യത്തോട് നോ പറയണം, പക്ഷെ നമ്മൾ ഈ പറയുന്ന ഒരു തോട്ട് പ്രോസസ്സ് കാരണം ഇങ്ങനെ എസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കുറേ നാള് നമ്മളിത് സഹിച്ചു കഴിയുമ്പോൾ നമ്മൾ ഇമോഷണലി ഭയങ്കര എക്സോസ്റ്റ് ആവും. നമുക്ക് സഹിക്കാൻ പറ്റാത്ത അന്തരീക്ഷത്തിൽ നമ്മളിങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് ഒരു ബേൺ ഔട്ടിന്റെ ലെവലിലേക്ക് നമ്മൾ എത്തിച്ചേരും. അപ്പൊ അതും നമ്മുടെ റിലേഷൻഷിപ്പിലും അല്ലെങ്കിൽ നമ്മുടെ ഡെയിലി ലൈഫിലും വലിയ രീതിയിലുള്ള ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഈ ഇഷ്യൂസ് എല്ലാം നമുക്ക് പ്രോപ്പറായിട്ട് ഹീൽ ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ്. ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിന്റെയൊക്കെ വേരുകൾ കൃത്യമായി കണ്ടെത്തി നമ്മുടെ പാറ്റേൺ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രശ്നത്തെയൊക്കെ റിസോൾവ് ചെയ്ത് ബെറ്റർ ഒരു വേർഷനിലേക്ക് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് കഴിയും. അതായത് ഇപ്പൊ നമ്മൾ ഒരു ബിഹേവിയർ കാണിക്കുന്ന സമയത്ത് നമുക്ക് തന്നെ അത് റിയലൈസ് ചെയ്യാൻ പറ്റുന്നൊരു തലത്തിലേക്ക് എത്തുക എന്നുള്ളതാണ്. ഓക്കെ, എന്റെ ഈ ബിഹേവിയർ അല്ലെങ്കിൽ എന്റെ ഈ തോട്ട് പ്രോസസ്സ് പ്രോബ്ലമാറ്റിക് ആണ്, പ്രശ്നകാരിയാണ്, അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു തോട്ട് പ്രോസസ് ആണ് ചേഞ്ച് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഞാൻ ഈ കൈൻഡ് ഓഫ് ബിഹേവിയർ ആണ് ചേഞ്ച് ചെയ്യേണ്ടത്, എനിക്ക് ഇന്ന കാരണം കൊണ്ടാണ് ഈ ഒരു തോട്ട് പ്രോസസ്സ് വരുന്നത്. അങ്ങനെ ഒരു തിരിച്ചറിവ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു പരിധിവരെ ഈ പ്രോബ്ലത്തെ ഹീൽ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ നമുക്ക് ആവശ്യമാണെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള കൗൺസിലിംഗ് അല്ലെങ്കിൽ തെറാപ്പി സ്വീകരിക്കുന്നതിലൂടെ നമ്മുടെ ഉള്ളിലുള്ള അൺഹെൽത്തി വേ ഓഫ് തിങ്കിങ് അല്ലെ അൺഹെൽത്തി വേ ഓഫ് ബിഹേവിയറിനെയൊക്കെ റിയലൈസ് ചെയ്തിട്ട് അതിനെ ഹെൽത്തി വേ ഓഫ് തിങ്കിങ് കൊണ്ട് അല്ലെ ഹെൽത്തി വേ ഓഫ് ബിഹേവിയർ കൊണ്ട് അതിനെ റീപ്ലേസ് ചെയ്യാനും ഒരു ബെറ്റർ ലൈഫിലേക്ക് മുന്നോട്ട് പോകാനും ഒക്കെ നമുക്ക് സാധിക്കും. ആദ്യം പറഞ്ഞതിലേക്ക് ഒന്നുകൂടി മടങ്ങി വരികയാണ്. നമ്മുടെ കുട്ടിക്കാലം നമ്മുടെ ഹോൾ ലൈഫിനെ ബാധിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ പേരൻസും അവരുടെ കുഞ്ഞുങ്ങളുടെ കുട്ടിക്കാലത്തെ ഏറ്റവും മനോഹരമാക്കി മാറ്റുവാൻ ശ്രമിക്കുക. കാരണം നിങ്ങൾ ഇന്ന് കൊടുക്കുന്ന ഓരോ അനുഭവങ്ങളുമാണ് നാളെ അവരുടെ ജീവിതം എങ്ങനെ ആയിരിക്കണം എന്നത് ഡിഫൈൻ ചെയ്യുക. താങ്ക് യു.